നമസ്കാരം. മാലദ്വീപിലെ പുതിയ ഇന്ത്യ വിരുദ്ധ സർക്കാർ തുർക്കിയുമായി 37 മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പട്രോളിംഗ് നടത്തുന്ന സൈനിക ഡ്രോണുകൾ വാങ്ങാൻ ആണ് മാലദ്വീപ് കരാർ ഒപ്പിട്ടത്. മാലദ്വീപ് പ്രതിരോധ സേനയുമായി സഹകരിച്ച് ഇന്ത്യ ഇതുവരെ ചെയ്ത ദൗത്യമായിരുന്നു നിരീക്ഷണങ്ങൾ. 77 ഇന്ത്യൻ സൈനികർക്ക് ദ്വീപ് രാജ്യം വിടാനുള്ള പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെ മാർച്ച് 15 സമയപരിധിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മുയ്സു അധികാരത്തിൽ വന്നത്. ഇന്ത്യ വിരുദ്ധ വാചാടോപങ്ങളും ഇന്ത്യ ഔട്ട് ക്യാമ്പയിനും നടത്തിയാണ് മൊയ്സു അധികാരത്തിലെത്തിയത്. മാലദ്വീപ് സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് പുറമെ മാലദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിന് ഇന്ത്യ സമ്മാനിച്ച 2 ധ്രുവ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും പ്രവർത്തിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്തവരാണ് മാലദ്വീപിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ. ദ്വീപ് സമൂഹത്തിലെ വിവിധ ദ്വീപുകളിൽ നിന്ന് രോഗികളെ മാലിയിലെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചു. ഇത് ഇതുവരെ 500-ലധികം ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. സംശയാസ്പദമായ കപ്പലുകൾ, തോക്ക്, മയക്കുമരുന്ന് കടത്ത് എന്നിവയ്ക്കെതിരെ ഡോർണിയർ മാലദ്വീപ് സൈന്യത്തിന്റെ നിരീക്ഷണ വിമാന പ്രവർത്തനങ്ങൾ നടത്തി. ഇവയ്ക്ക് പുറമെ ടർക്കിഷ് ഡ്രോണുകൾ വരും. സമുദ്ര പ്രവർത്തനത്തിനും നിരീക്ഷണത്തിനും ഉപയോഗിക്കുന്ന ഡ്രോണുകളായിരിക്കും വാങ്ങാൻ സാധ്യത. തുർക്കി ഡ്രോണുകൾക്കായുള്ള പണം രാജ്യത്തിന്റെ ആകസ്മിക ബജറ്റിൽ നിന്ന് അനുവദിച്ചതായി മാലദ്വീപ് മാധ്യമമായ അദാദു റിപ്പോർട്ട് ചെയ്തു. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ധനമന്ത്രാലയം ഇതിനോടകം തന്നെ MNDF-ന് പണമടച്ചതിന്റെ ഒരു ഭാഗം പുറത്തുവിട്ടിട്ടുണ്ട്. തുർക്കി സൈന്യത്തിന് ഡ്രോണുകൾ വിതരണം ചെയ്യുന്ന കമ്പനിയുമായി മാലദ്വീപ് സർക്കാർ ഒപ്പുവെച്ച കരാർ പ്രകാരം പണം ഗഡുക്കളായി നൽകുമെന്നും അതിൽ കൂട്ടിച്ചേർത്തു. കരാർ പ്രകാരം ഈ വർഷത്തിനുള്ളിൽ ഇടപാടിനുള്ള പണം നൽകണം. ഡ്രോൺ നിർമ്മാണ യുദ്ധത്തിൽ തുർക്കി മുൻപന്തിയിലാണ്. കൂടാതെ സായുധരും നിരായുധരുമായ ഡ്രോണുകളുടെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒന്നായി തുർക്കി മാറിയിരിക്കുകയാണ്. തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ മരുമകന്റെ ഉടമസ്ഥതയിലുള്ള ബേക്കർ ഡിഫൻസ്, തുർക്കി സൈനിക ഫൗണ്ടേഷന്റെ ഉടമസ്ഥതയിലുള്ള ടർക്കിഷ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഡ്രോൺ നിർമ്മാണത്തിലെ 2 മുൻനിര തുർക്കി കമ്പനികൾ.